ഹലോ പോസിറ്റീവ് സോൾ, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. ഇന്നത്തെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നിങ്ങൾ വിചാരിച്ച പോലെയല്ല നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് എങ്കിൽ അത് എന്തുകൊണ്ടാണ്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലൂടെ നോക്കാവുന്നതാണ്. ഇനി നമ്പർ 1 ആണ് ചൂസ് ചെയ്യുന്നത്, അതായത് ഈ ഒരു മെജന്ത പൂവാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 1, അതല്ല ഈ റെഡ് റോസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 2, അതുപോലെ നമ്മുടെ വൈറ്റ് റോസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ അല്ലെങ്കിൽ നമ്പർ 3. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ നമ്മുടേത് ഇന്നത്തെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള റീഡിംഗ് ആണ്. എന്തായാലും നമുക്ക് റീഡിംഗ് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും അല്ല മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് മാറ്റം വരുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമ്പർ 1, ഓക്കെ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ചക്ര ബാലൻസിങ് അല്ലെ പറയുകയാണെങ്കിൽ, ആദ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത, സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. അൺസ്റ്റേബിൾ ആണ് നിങ്ങൾ. ഗ്രൗണ്ടഡ് അല്ല, സ്റ്റേബിൾ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമില്ല ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എല്ലാത്തിനെയും ഭയക്കുന്നു. ഭയങ്കരമായിട്ടുള്ള അപകർഷതാബോധം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് തുടർന്ന് മുന്നോട്ടേക്ക് എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുകളും ഇങ്ങനെയുള്ള പല ചിന്തകളും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ മൂലാധാര ചക്രം, അത് അതിന്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ മൂലാധാര ചക്രം നിങ്ങൾ സന്തുലിതാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടുന്നതിന്റെ ആവശ്യകത നമ്മളിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂലാധാര ചക്രം സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്ഥിരത ഉണ്ടാകും. പല കാര്യത്തിനും ലൈഫ് ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പോസിറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ അനുഭവപ്പെടും. എപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് വികാരങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ കളർ എന്ന് പറയുന്നത് ചുവപ്പാണ്. ചുവപ്പ് കളറിന് ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ കുങ്കുമം ധരിക്കാം, അല്ലെങ്കിൽ ചുവപ്പ് കളറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചുവന്ന എന്തെങ്കിലും നിങ്ങളുടെ ബാഗിൽ വെക്കുന്നത്, അതായത് ആപ്പിളോ ആ കളറിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നിടത്ത് ചുവന്ന ആപ്പിളോ ചുവന്ന നിറത്തിലുള്ള എന്തെങ്കിലും അതായത് കഴിക്കുന്ന ഫ്രൂട്ട്സ് എന്തെങ്കിലും വയ്ക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. നമ്മളിവിടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് വന്നിട്ട് അടുത്തതായിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ചക്രത്തിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു സന്തുലിതാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഈ ഒരു സ്വാധിഷ്ഠാന ചക്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വൈവാഹിക ജീവിതം വളരെ നല്ലതായിരിക്കും. ഈ ഒരു സാഹചര്യം ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വൈവാഹിക ജീവിതം നല്ല രീതിയിലായിരിക്കും മുന്നോട്ടേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഒത്തിരി എന്നുള്ളതല്ല എങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഒത്തിരി കുട്ടികൾ ഉണ്ടാവും. അതിൽ ഒരു കുട്ടിയാണെങ്കിൽ അത് നിങ്ങളായിട്ട് പ്ലാൻ ചെയ്തെടുത്ത തീരുമാനമോ ആയിരിക്കാം. കാരണം നിങ്ങൾക്ക് ഒത്തിരി കുട്ടികൾ ഉണ്ടാവാനുള്ള ഫെർട്ടിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ വളരെയധികം നിങ്ങൾ ക്രിയേറ്റീവ് ആയിരിക്കും. കലാകാരിയായിരിക്കും. ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളുണ്ട്. കലാകാരനോ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിനുള്ള കഴിവുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ വയ്ക്കുന്ന സാഹചര്യവുമാവാം. പക്ഷേ അത് പലപ്പോഴും നിങ്ങളുടെ ബാലൻസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും കലയെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളിപ്പോൾ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ നൃത്തം ചെയ്യുക അങ്ങനെ ഒരു രീതിയിലായിരിക്കണം എന്നില്ല. നന്നായിട്ട് ചിലപ്പോൾ കുക്ക് ചെയ്യുന്നതും അതും ഒരു കലയാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ കല വളരെയധികം മെച്ചപ്പെടുത്തുന്നത്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ വളരെ
തൃപ്തികരമായിട്ട് നിൽക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചക്രയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയൊരു വേവലാതിയുടെ ആവശ്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ചക്ര വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ചക്രയിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അത് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോകും തോറും ഇംബാലൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ മണിപ്പൂര ചക്രയാണ് കോൺഫിഡൻസ്. ഇപ്പോൾ നിങ്ങളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ കരിയറിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ മണിപ്പൂര ചക്ര, അതായത് സോളാർ പ്ലക്സസ് ചക്ര ഇതിൽ കുറച്ച് നല്ലൊരു സന്തുലിതാവസ്ഥ കാണിക്കുന്നില്ല. അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. അത് ചില ആളുകളിൽ സംസാരിക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, ഈഗോ ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം. കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസം കുറവുള്ളവരാണ് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാതെ പറ്റുമ്പോൾ അവർ ദേഷ്യപ്പെടും, അവർ ഈഗോ പ്രകടിപ്പിക്കും, എനർജി കുറവായിരിക്കും, എനർജി വളരെ മടിയായിരിക്കും എല്ലാത്തിനും, ഏതിനും കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാവാം, പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല, ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ ചില ആളുകൾക്ക് വളരെയധികം ആത്മവിശ്വാസക്കുറവ്, സെൽഫ് എസ്റ്റീം ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് അഭിമാനം കുറവായിരിക്കും. കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ ആത്മാഭിമാനം കുറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും ലൈഫിൽ. അപ്പോൾ നിങ്ങളുടെ നിറം എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒന്ന് യെല്ലോ കളർ, ഒരു സൺഫ്ലവർ, നിങ്ങൾ കുട്ടികൾ വിദ്യാർത്ഥികളാണെങ്കിൽ സ്റ്റഡി റൂം അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂം വർക്കായിട്ട് എന്തെങ്കിലും ടേബിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്കിനുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ നേരെയായിട്ട് വയ്ക്കുക ഒരു സൺഫ്ലവർ. അത് ഓറഞ്ച് അല്ല, യെല്ലോ കളർ വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നമ്മളുടെ നെക്സ്റ്റ്, അതായത് അടുത്ത ചക്ര, ഈ ഒരു ചക്ര നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് കുറച്ച് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി, അതായത് നിങ്ങളുടെ ഈ ഒരു ചക്ര, ഗ്രീൻ ചക്ര എന്ന് പറയുന്ന ഈ ഒരു ചക്ര, അഥവാ നമ്മൾ അനഹത എന്ന് പറയും, ഗ്രീൻ ചക്ര അഥവാ അനഹത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയാൻ നിങ്ങൾക്ക് പുറത്ത്, അല്ലെങ്കിൽ സ്കൂൾ, കോളേജ്, കരിയറിൽ, ഫിനാൻസ് കരിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ധനവും അതേപോലെ ജോലി സംബന്ധമായിട്ട് സ്റ്റുഡൻസിന് പഠിക്കുന്ന കാര്യത്തിൽ ഇതിനൊക്കെയാണ് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി. കുടുംബ അന്തരീക്ഷത്തിൽ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചം ആണ് കാണിക്കുക. കാരണം ബന്ധുക്കൾ, സൊസൈറ്റിയിൽ നിങ്ങൾ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കാം. സഹജീവികളോടുള്ള സ്നേഹം, അതായത് മനസ്സ് നിറച്ചും സ്നേഹമുള്ള വ്യക്തികളാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കമ്പാഷൻ ആയിരിക്കും, മറ്റുള്ളവർക്ക് സഹായിക്കാൻ. മനുഷ്യർ തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ. അത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും നിങ്ങളോട് എപ്പോഴും അടുപ്പമായിരിക്കും തോന്നാം. കുട്ടികളോടൊക്കെ പെരുമാറാൻ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. കുട്ടികൾ എപ്പോഴും നിങ്ങളോട് അടുത്ത്, അതേപോലെ മൃഗങ്ങൾ, പക്ഷികൾ എപ്പോഴും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ദയവും ദാക്ഷിണ്യവും ഒക്കെ, കാരുണ്യമൊക്കെ കൂടുതലുള്ളതാണ്. അനഹത ചക്ര വളരെ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയതുകൊണ്ട് അത് പിന്നെ കുടുംബ അന്തരീക്ഷം, അത് നല്ല രീതിയിൽ കുടുംബത്തിലേക്ക് വരുമ്പോൾ, അത് ബന്ധങ്ങളിൽ വരുമ്പോൾ, റിലേഷൻഷിപ്പിൽ ഒക്കെ നിങ്ങൾക്ക് നല്ല സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ കെയറിങ് ആയിരിക്കും, വളരെയധികം ഫ്രണ്ട്ലി ആയിരിക്കും. സുഹൃത്തുക്കളെയൊക്കെ നിങ്ങളെപ്പോഴും ഇൻസ്പയർ ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യുന്നൊക്കെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളെ വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ അനഹത ചക്ര ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ടുന്ന കാര്യമില്ല. ഇനി നെക്സ്റ്റ് അടുത്ത ചക്രയിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ ഒരു ചക്ര, അതായത് ത്രൂട്ട് ചക്ര നോക്കാം, അതായത് വിശുദ്ധ ചക്ര. ഓക്കെ, ഇവിടെ നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു ചക്ര
ചെറിയ രീതിയിലുള്ള ഒരു ബ്ലോക്ക് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഇവിടെ ബ്ലോക്ക് എന്നതിനേക്കാൾ പറയുകയാണെങ്കിൽ ചില ഏരിയാസിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം ഉണ്ടാവില്ല, മറ്റു ചില ഏരിയാസിൽ പ്രശ്നങ്ങൾ. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കുടുംബ അന്തരീക്ഷം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സർക്കിളിൽ, അതായത് മറ്റുള്ളവരോട് പ്രസംഗിക്കാനും മറ്റുമൊക്കെ മറ്റുള്ളവർ, അതായത് നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഈ സാമ്പത്തിക നേട്ടം, കരിയറിൽ നേട്ടമൊന്നും ഇടേണ്ട അടുത്തല്ല, അല്ലെങ്കിൽ സ്കൂൾ കോളേജിലൊന്നും അല്ലാത്തിടങ്ങളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ, കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ, കുടുംബത്തിന്റെ കാര്യം നോക്കാൻ, മറ്റുള്ളവർ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്. നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിൽ നിങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ജോലി സംബന്ധമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു കോൺഫറൻസിന് സംസാരിക്കാൻ, ഒരു സെമിനാർ, അല്ലെങ്കിൽ കോളേജ്, സ്കൂള്, അല്ലെങ്കിൽ കരിയറിൽ ഇപ്പോൾ സെയിൽസ്, കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊക്കെ കരിയറിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരിക്കലും പറ്റുന്നുണ്ടാവാത്തതിന് ഒരു കാര്യം നിങ്ങളുടെ ത്രോട്ട് ചക്ര ബാലൻസ് ആവുന്നില്ല. അത് കൂടുതൽ സ്ട്രോങ് ഇൻഡിക്കേഷൻ കരിയറിൽ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടാവും മറ്റുള്ളവരുടെ അടുത്ത്, ഫ്രണ്ട്സിന്റെ അടുത്ത്, എല്ലായിടത്തും. പക്ഷെ കരിയറിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യുന്നത് സംബന്ധിച്ച് നിങ്ങൾ പ്രത്യേകം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ആസനങ്ങൾ ചെയ്യുകയാണെങ്കിൽ സർവാംഗാസനം ചെയ്യാം, അതേപോലെ ഹലാസനം ചെയ്യാം. ഇത് ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ കളർ എന്ന് പറയുന്ന ഈ ഒരു കളറാണ്, ഈ ലൈറ്റ്, ഈ ഒരു ബ്ലൂ, ഈ ഒരു മോതിരത്തിന്റെ ഒക്കെ ബ്ലൂ, അതാണ് നിങ്ങളുടെ കളർ എന്ന് പറയുന്നത്. ആ കളറ് ധരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ കോൺഫറൻസിന് പോകുമ്പോൾ, എന്തെങ്കിലും സെമിനാറിനൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ ഒരു മോതിരത്തിലുള്ള ഈ ഒരു കളറാണ്, സ്കൈ ബ്ലൂ ഇല്ലേ, അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ആജ്ഞചക്രയാണ്. അപ്പോൾ ഈ ഒരു ചക്ര നിങ്ങളുടെ ബാലൻസ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ ഈ ഒരു ചക്ര ബാലൻസിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ തേർഡ് ഐ ചക്ര അല്ലെങ്കിൽ ആജ്ഞചക്ര എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സ്പിരിച്വലി ഒത്തിരി കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം, അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് കുടുംബജീവിതവും നിങ്ങളുടെ ആത്മീയ ജീവിതം, പേഴ്സണൽ ലൈഫും സ്പിരിച്വൽ ലൈഫും വളരെയധികം, ഇമോഷണൽ ലൈഫൊക്കെ വളരെയധികം കണക്റ്റഡ് ആണ്. അതിൽ നല്ല ബാലൻസ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കരിയർ, ഫിനാൻസ് മേഖലയിലാണ്. അതിന് വേണ്ടുന്നത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അപ്പോൾ നേരത്തെ കാലേക്കൂട്ടി പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് പലയിടങ്ങളിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്, ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ഉന്നമനം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ ചില ആളുകൾ ഈവൻ അസ്ട്രോളജറോ ടാരോ റീഡറോ അതുപോലത്തെ ലെവലിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ വളരെ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം. ഇനി നമുക്ക് നമ്മുടെ സഹസ്രാര അവസാനത്തെ ക്രൗൺ ചക്രയിലേക്ക് കടക്കാം. അതിന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിത് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഇത് ഇംബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഈ സഹസ്രാര ചക്ര എന്ന് പറയുന്നത് നമ്മളറിയാം, എല്ലാവർക്കും അറിയാം, അത് ക്രൗൺ ചക്രയാണ്. അതാണ് നമ്മളുടെ ബാക്കിയുള്ളത് നമ്മുടെ ശരീരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഇത് നമ്മുടെ ക്രൗൺ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലാണ്. അതായത് ശരിക്കും സ്പിരിച്വൽ വേൾഡും ഫിസിക്കൽ വേൾഡും തമ്മിലുള്ള കണക്ഷനാണ് അവിടെ വരുന്നത്. ഈ ഒരു ചക്ര തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത്, നിങ്ങൾ ഒന്ന് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും സ്പിരിച്വൽ അവേക്കണിങ് സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ അവേക്കണിങ് ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്കൊരു ഇന്നർ പീസ് പൂർണ്ണമായിട്ടും ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു കോസ്മിക് കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലാണ്.
അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാ കണക്ഷൻസും സ്ട്രോങ് ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അത് കൂടുതൽ കണക്ട് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പർ 2 ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് നമുക്ക് നോക്കാം. സെയിം കാർഡ്സ് തന്നെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ എന്തായാലും യൂസ് ചെയ്യുന്നത്. നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ എങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒന്നും നിങ്ങളുടെ ആഗ്രഹം പോലെ നടന്നിട്ടില്ല എങ്കിൽ അതെന്തുകൊണ്ടാണെന്നോ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് നോക്കാം ആദ്യത്തെ ചക്ര, അതായത് മൂലാധാര ചക്രം. സോറി, നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. അത് ഓക്കെ, ഈ ഒരു കൺഫ്യൂഷൻ നമുക്ക് തേർഡ് ടൈം കൂടി എടുത്ത് നോക്കിയിട്ട് തീർക്കാം. ഓക്കെ, നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മൂലാധാര ചക്ര തീർച്ചയായിട്ടും സന്തുലിതാവസ്ഥയിലല്ല, ബാലൻസ്ഡ് അല്ല എന്നുള്ളത് ശരി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമുക്കറിയാം, ഈ ഒരു സമയം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം സ്റ്റേബിൾ അല്ല, മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ പറയുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു മൂലാധാര ചക്രം ബാലൻസ്ഡ് അല്ലാത്തത് നിങ്ങൾക്ക് ചില തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം ഭാവിയിലാണെങ്കിലും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം ശരിക്കും കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പുറം വേദന, അല്ലെങ്കിൽ ബാക്ക് പെയിൻ, ലോവർ ബാക്ക് പെയിൻ ഒക്കെ വരുന്നുണ്ടാവാം. അതുപോലുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ, അപ്പോൾ ഒബ്യൂസിറ്റി ഉണ്ട്, അമിതമായിട്ടുള്ള തടി കൂടുക, അതായത് നമ്മൾ സ്ഥിരതയില്ലാതെ ഒരു രീതിയിലുള്ള ഭക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ബാധിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ചക്ര എന്ന് പറയുന്നത് പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. അത് ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഭയമാണ്, നമ്മൾക്ക് സ്ഥിരതയില്ല, പല കാര്യങ്ങളും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത്, സ്റ്റെബിലിറ്റിയുടെ കുറവ്, അങ്ങനെ വ്യക്തമായിട്ട് നമുക്കൊരു സ്വയം ഒരു ഭയങ്കര അപകർഷബോധമായിരിക്കും. നമ്മളെ ഒന്നുമല്ല, എങ്ങും എത്തിയിട്ടില്ല, നമ്മൾ സ്ഥിരതയില്ലാത്ത വരുമാനത്തിലായിരിക്കും, മറ്റു കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിലൊക്കെ ഡിസ്കംഫർട്ട് തോന്നുന്നുണ്ടാവാം, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടാവും, പല പല ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം. നിങ്ങൾ മൂലാധാര ചക്ര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന തടാസന ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം, ചുവപ്പാണ് നിങ്ങളുടെ കളർ എന്ന് പറഞ്ഞു. ഈ ഒരു ചുവപ്പ് കളറ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ യോഗാസനം നിങ്ങൾ യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ വീരഭദ്രാസനം അല്ലെങ്കിൽ സേതുബന്ധാസനം ചെയ്യാവുന്നതാണ്. അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് മാത്രമായിട്ട് വെറുതെ പഠിച്ച് ചെയ്യണം എന്നില്ല. റെഡ് കളർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ കുങ്കുമം തൊടുന്ന ഹിന്ദുസ് ആണെങ്കിൽ കുങ്കുമം തൊടുന്നത് സ്ഥിരമാക്കുക. അല്ലാത്തവരാണെങ്കിൽ ചുവന്ന പൊട്ട്, വലിയ ചുവന്ന പൊട്ട് സ്ത്രീകളാണെങ്കിൽ തൊടാം. അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ചുവപ്പ് കളറ് ഉള്ള എന്തെങ്കിലും ഒരു തൂവാല, സിൽക്കിന്റെ എന്തെങ്കിലും അത് എപ്പോഴും കയ്യിൽ കരുതുക എന്നുള്ളതാണ്. ഈ ഒരു ചക്ര ബാലൻസിങ്ങിന് വേറെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നമ്പർ 2ലേക്ക് കിടക്കാം. നമ്പർ 2 നെക്സ്റ്റ് ചക്രയിലേക്ക് നമുക്ക് നോക്കാം. നമ്പർ 2 നിങ്ങളുടെ ഈ ഒരു ചക്ര, അതായത് ഓക്കെ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്ര സ്ട്രോങ്ലി ഇംബാലൻസ്ഡ് ആണ്. ഓക്കെ, ഹെവി നമ്മളിതിവിടെ എന്തായാലും തൽക്കാലം നിർത്തുകയാണ്. സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്നത് നമുക്കറിയാം മെയിൻലി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം, സംതൃപ്തിയും തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചക്ര എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക്. ചില ആളുകൾക്ക് വളരെയധികം സെക്ഷുവൽ ഒബ്സഷൻസ് ഒക്കെ ഉണ്ടാവാം.
ഭയങ്കരമായിട്ടുള്ളത്, അതേപോലെ അല്ലെങ്കിൽ തൃപ്തി വരാത്തൊരു സാഹചര്യം എന്നുള്ള രീതിയിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഫെർട്ടിലിറ്റി കുട്ടികൾ ഉണ്ടാവാനുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടെങ്കിലും നിങ്ങൾ കുട്ടി ഉണ്ടാവാൻ ഒത്തിരി ശ്രമിച്ചിട്ടായിരിക്കും നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരെ ആയിട്ട് കുറ്റപ്പെടുത്തുക, ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പശ്ചാത്താപം, തെറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്നോ സെൽഫിഷ് ആണെന്നോ ഒക്കെ ഉള്ളൊരു തോന്നുന്നുണ്ട്. അതേപോലെ കലാപരമായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ ഒന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അതിൽ ബ്ലോക്ക് ഉണ്ടാവും. നിങ്ങൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പണ്ട് ചെയ്തിട്ട് ഇപ്പൊ അടുത്തിടെയായിട്ട് ഈ ഒരു എനർജി വന്നതുമാവാം. കാരണം കലാപരമായിട്ട് കഴിവുണ്ടെങ്കിൽ അതൊക്കെ ബ്ലോക്കായിട്ട് സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചക്ര നിങ്ങൾ ബാലൻസ് ചെയ്യുക. അതിന് ഓറഞ്ചാണ് കളറ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഓറഞ്ച് നിറം, പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പറയുകയാണ്, നിങ്ങളൊരു ഡേറ്റിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സമയം ചെലവഴിക്കാം, ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനിവേഴ്സറി, അതേപോലെ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിലൊക്കെ ഒരു ഓറഞ്ച് കളർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒന്ന്. പിന്നെ ഇനി അതായത് യോഗ ചെയ്യുന്നവരാണെങ്കിൽ, യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പൊസിഷൻ, അതായത് പല തരത്തിലുള്ള യോഗാസനത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബൗണ്ട് ആംഗിൾ പോസിലേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലുള്ള ആസനങ്ങൾ ചെയ്യാവുന്നതാണ്. ഹിപ്പ് ഓപ്പൺ ചെയ്യുന്ന തരത്തിലുള്ള പൊസിഷനിൽ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഏത് തരത്തിലുള്ള ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടുള്ള ഏത് തരത്തിലുള്ള ആസനങ്ങളും ഇതിന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ അടുത്തതായിട്ട് മണിപ്പൂര ചക്രമാണ്. മണിപ്പൂര ചക്ര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ ബാലൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ let's see. ഓക്കെ, ഈ ഒരു ചക്ര നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കരുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സൂചന തരുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറാണ്. ജോലി, ഫിനാൻസ്, അതുപോലുള്ള കാര്യം. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം എന്താ പറയുക, നമ്മൾ പല ആളുകളെ സംബന്ധിച്ച് പറയും സ്വന്തം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കാൻ നിങ്ങൾക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ വളരെ പക്വതയും ആർന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ജോലിയിൽ വളരെയധികം ഉന്നമനം, കരിയറിൽ വളരെയധികം ഉന്നമനം ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളിൽ കാണിക്കുന്നത്. എംപവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ വളരെ ഫെമിനിസം, അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. പുരുഷന്മാരാണെങ്കിലും അവരും ഫെമിനിസ്റ്റ് ആയിരിക്കും, ആ ഒരു മോഡേൺ ചിന്താഗതി ഉള്ളവരായിരിക്കും. ജോലി എന്നുള്ളത് സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം നിലയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ഫോക്കസ് ഉണ്ടാവും എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതേപോലെ എന്താ പറയുക, ഈ ഒരു ഡൈജഷൻ നല്ല രീതിയിലൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം. അതായത് നല്ല രീതിയിൽ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് തൽക്കാലം കാണിക്കുന്നില്ല. വളരെ എനർജറ്റിക് ആയിരിക്കും നിങ്ങൾ. സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, നിങ്ങൾക്ക് എനർജറ്റിക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കരിയർ ആൻഡ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് കുറഞ്ഞ പക്ഷം കാണിക്കുന്നത്. വളരെയധികം നല്ലൊരു പോസിറ്റിവിറ്റി അതിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഈ ഒരു എനർജി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റിവിറ്റി കാണിക്കുക നിങ്ങളുടെ കരിയർ ആൻഡ് ഫിനാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ചക്ര അനഹത. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ചക്രത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഗ്രീൻ ചക്ര അഥവാ അനഹത പറയുകയാണെങ്കിൽ അതൊരു
അത്ര വലിയൊരു ബ്ലോക്ക് ഇല്ല, ചെറിയൊരു രീതിയിലുള്ള ഒരു ഇത് മാത്രമാണ് നിങ്ങളിൽ കാണിക്കുന്നത്. കാരണം ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക, ബന്ധങ്ങളിൽ മറ്റുള്ളവർ, അതായത് പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഇതിലൊന്നും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് വലിയ രീതിയിൽ വലിയ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല, എന്നാൽ ഫ്രണ്ട്സ് ഇല്ലാതെയും ഇല്ല എന്നുള്ള രീതി. അതായത് ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അത്യധികം നല്ലതുമല്ല ചീത്തയുമല്ല എന്നുള്ളത്. വലിയ രീതിയിൽ ബ്ലോക്കൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇതിൽ മെയിനായിട്ട് ഒരു ബ്ലോക്ക് കാണിക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ മൂഡ് സ്വിങ്സ് ആണ്. മൂഡ് വേരിയേഷൻസ് ഉണ്ടാവും ഭയങ്കര. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നിങ്ങളെ അതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞിരിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. അല്ലാത്തവരൊക്കെ പെട്ടെന്ന് വിട്ടിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഒരു പരിധി വരെയുള്ള ഫ്രണ്ട്സും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളൊക്കെ നിങ്ങളോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നിങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ആളുകളില്ല എന്നുള്ള സിറ്റുവേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ആളുകൾ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇനി ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ മഹാദേവൻ ശിവന് കൂവളമാല അർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഈ ഗ്രീൻ കളർ മെഴുകുതിരിയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഗ്രീൻ കളർ മെഴുകുതിരി കത്തിച്ച് നിങ്ങൾ ഇന്റൻഷൻസ് ചെയ്യുകയാണെങ്കിൽ പ്രണയം, സ്നേഹം, സൗഹൃദം ഇതിനൊക്കെ വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ഗ്രീൻ കളർ മെഴുകുതിരി ഉപയോഗിക്കുക. കത്തിച്ചിട്ട് ലവ്, പ്രണയത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചക്രയിലേക്ക് നമ്മൾക്ക് കിടക്കാം. അതേപോലെ തന്നെ ഈ ഒരു ചക്ര നിങ്ങൾ ബാലൻസ് ചെയ്യാൻ, അതായത് ഈ ഗ്രീൻ ചക്ര ബാലൻസ് ചെയ്യാൻ ഫിഷ് പോസ്, അതായത് മത്സ്യാസനം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ്. ആസനങ്ങളിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ മത്സ്യാസനം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ ഭുജംഗാസനം, കോബ്ര പോസ് എന്ന് നമ്മൾ പറയും. മത്സ്യാസനം തീർച്ചയായിട്ടും ഫിഷ് പോസ് ആണ്. അപ്പോൾ അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അടുത്ത ഒരു ചക്രയിലേക്ക്. അടുത്ത ചക്ര എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധ. അപ്പോൾ വിശുദ്ധ ചക്ര നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ത്രോട്ട് ചക്ര നിങ്ങളുടെ ത്രോട്ട് ചക്ര നിങ്ങളുടെ വളരെയധികം ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കരിയറിലും ആൻഡ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ സെയിൽസ്, കമ്മ്യൂണിക്കേഷൻ, ഒത്തിരി സംസാരിക്കേണ്ടി വരുന്ന സെയിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോലി, മീഡിയയിൽ ജോലി ചെയ്യുന്നവർ, അതേപോലെ ടീച്ചേഴ്സ്, ലെക്ചറേഴ്സ്, പ്രൊഫസേഴ്സ്, ഒത്തിരി സംസാരിക്കേണ്ടി വരുന്ന തരത്തിലുള്ള കരിയറിൽ നിങ്ങൾ വളരെ മികച്ചു നിൽക്കുന്നവരാണ്. നല്ല പ്രാസംഗികരായിരിക്കും നിങ്ങൾ. അതേപോലെ നിങ്ങളുടെ ഈ ഒരു ചക്ര ബാലൻസ്ഡ് ആയതുകൊണ്ട് തൊണ്ട സംബന്ധിക്കുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ഇപ്പോൾ തൈറോയിഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അധികം നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. നെക്ക് പ്രോബ്ലംസ് അങ്ങനെയൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വിൽ പവർ ഉണ്ടാകുന്നതായിട്ട്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്നതോടൊപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കാനും ഉള്ളൊരു പ്രത്യേക വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾക്കുണ്ട്. നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നതാണ്. വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഈ ഒരു ചക്ര ബാലൻസ്ഡ് ആയതുകൊണ്ട് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറിലും നിങ്ങൾ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ നെക്സ്റ്റ് ചക്ര വന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ആജ്ഞ ചക്രയാണ്. അപ്പൊ ഈ ഒരു ചക്ര എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ്. ഓക്കെ, ഇത് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാവുന്നതാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് വളരെയധികം കണക്റ്റഡ് ആണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി വളരെയധികം കണക്ട്, അതായത് ഡിവൈൻ കണക്ഷൻ, ഒരു ലൈഫിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കുടുംബത്തിലെ കാര്യങ്ങളും കുടുംബ അന്തരീക്ഷത്തിലുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ആത്മീയതയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ആത്മീയതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിലേക്ക് മാത്രമായിട്ട് പോവാതിരിക്കുക. കാരണം നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ നിയോഗത്തിൽ പെട്ട ഒന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെയും കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ആത്മീയത മാത്രമല്ല. കാരണം ഇവിടെ ആ ഒരു എനർജി, ഒരു സ്റ്റക്ക് ഫീലിംഗ്, ഒരിടയ്ക്ക് നിങ്ങൾ വന്നൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. സ്റ്റക്ക് ആവുന്ന വെച്ചാൽ ഈ ചക്ര ബ്ലോക്ക് ആയതു എന്നുള്ളതല്ല, നമ്മൾ ഓവർ എക്സ്പ്രസീവ് ആവുന്ന സിറ്റുവേഷൻ വരും. അതായത് നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങൾ കുടുംബം മറന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ആശ്രമത്തിൽ ആ ഒരു ലെവലിലേക്ക് എത്താം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആത്മീയത എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് അതിന്റെ പുറകെ പോകാതിരിക്കാൻ നിങ്ങൾ ഒരു മെഡിറ്റേഷൻ ചെയ്യാം, സ്പിരിച്വലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഓവറായിട്ട് അതിന്റെ പുറകെ പോകാതിരിക്കുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മെഡിറ്റേഷൻ നിങ്ങൾക്ക് പറ്റിയൊരു കാര്യമാണ്. കോൺസെൻട്രേഷൻ, ഫോക്കസ് ഒക്കെ ചെയ്യാൻ ഒരു ഹെൽത്തി ബാലൻസ് ലൈഫിൽ ഉണ്ടാവുക. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് സഹസ്രാര ചക്ര, അതായത് അവസാനത്തെ ചക്ര, 7th ചക്ര എങ്ങനെയാണ് നിങ്ങൾ നോക്കാം. ഓഫ് കോഴ്സ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്തായാലും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻലൈറ്റ്മെന്റ് ഫേസിലേക്കൊന്നും ആയിട്ടില്ല എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഇൻഡ്യൂട്ടീവ് ആണ്, നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ മെറ്റീരിയലിസ്റ്റിക് നേച്ചറും ഉണ്ട്, ഓപ്പൺ മൈൻഡഡ്നെസ് ആണ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നെക്സ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ബാക്കിയുള്ള ചക്രാസ് നമ്മുടെ ശരീരത്തായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ക്രൗൺ ചക്ര അഥവാ സഹസ്രാര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് തൊട്ട് മുകളിലായിട്ട്, അതാണ് ക്രൗൺ പോലെ ഒരു കിരീടം പോലെയാണ് നമുക്ക് തലയ്ക്ക് മുകളിലായിട്ട്. അത് സ്പിരിച്വൽ വേൾഡായിട്ട് ഒരു കണക്ഷനാണ്, രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ഇതാണ്. ആ ഒരു ലെവലിലേക്ക് എന്തായാലും നിങ്ങൾ എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് അടുത്തതായിട്ട് നമ്പർ 3യിലേക്ക് ഇറക്കുക. അതായത് നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു കളർ ഫ്ലവർ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നിങ്ങൾ വിചാരിച്ചൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാത്തത്, പിന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്പർ 1, ഫസ്റ്റ് ചക്ര എന്ന് പറയുന്നത് നിങ്ങളുടെ മൂലാധാര ചക്ര. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങളുടെ റൂട്ട് ചക്ര അതെങ്കിൽ നിങ്ങളുടെ മൂലാധാര ചക്ര, നിങ്ങൾ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ സെക്യൂർ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളരെയധികം സ്ഥിരത അനുഭവിക്കുക. അത് നിങ്ങൾ വളരെ പക്വതയുള്ളൊരു വ്യക്തിയായിട്ട് കാണും. മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങൾ തമാശകൾ, കളിചിരികൾ പറയുന്നുണ്ടാവും. നിങ്ങൾ കുട്ടികളെ പോലെ ആയിരിക്കും, നിങ്ങൾ വളരെ ഇന്നസെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ മറ്റു ചിലർക്ക് തോന്നുന്നുണ്ടാവും ഒരു പക്ഷെ നിങ്ങൾ റെസ്പോൺസിബിൾ അല്ലേ, ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ. കാരണം നിങ്ങൾ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. ജീവിതം വെറുതെ കരഞ്ഞു തീർക്കാനുള്ളതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ റൂട്ടഡ് ആണ്, നിങ്ങൾ ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു, ജീവിതത്തിന്റെ സുരക്ഷിതത്വം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ പേടിക്കും. പാനിക്കാവുന്ന സമയത്തൊക്കെ നിങ്ങൾ അതൊന്നും എല്ലാം റെഡിയാവും എന്ന് വളരെ ലൈറ്റായിട്ട് പറയും. പക്ഷെ അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. കാരണം നിങ്ങൾക്ക് ബാലൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു സ്ട്രെങ്ത്, ഒരു കോൺഫിഡൻസ്, ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ
നിങ്ങൾ വളരെയധികം ബാലൻസ് ആയതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ടെൻഷനും സ്ട്രെസ്സും ഒന്നും വരുന്നുണ്ടാവില്ല. നിങ്ങൾ സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇമോഷൻസിനെ മറികടന്നിട്ട് നിങ്ങൾ സ്ഥിരതയിൽ ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം ഇവിടെ കാണിക്കുന്നുണ്ട്. മൂലാധാര ചക്രം നിങ്ങളുടെ വളരെ സ്ട്രോങ് ആണ്. അതായത് നിങ്ങളുടെ ബേസ് വളരെയധികം, നിങ്ങളുടെ അടിത്തറ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്പർ 1. ഇനി നമ്പർ 2 എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് നെക്സ്റ്റ് ചക്ര നിങ്ങളുടെ നെക്സ്റ്റ് ചക്ര എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്ര, സൈക്രൽ ചക്ര എന്ന് പറയുന്നത് ചെറിയൊരു ബ്ലോക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ചെറിയ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നിങ്ങൾ ലൈഫിൽ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ഒക്കെ തന്നെയാണ്. പക്ഷേ ലൗകിക ജീവിതത്തിൽ വേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യുന്നു എന്നുള്ളതാവാം ഇത് സൂചിപ്പിക്കുന്നത്. കാരണം പൊതുവിൽ നോക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്. കാരണം നിങ്ങൾ വളരെ കെയറിംഗ് ആയിട്ട് വളരെയധികം ദയയും കാരുണ്യവും സ്നേഹവും വളരെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ അവരെ സംരക്ഷിക്കുക, കുടുംബത്തിലുള്ളവരെ സംരക്ഷിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ കെയർ എടുക്കുക, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സെക്ഷൽ ലൈഫിനോടൊരു താല്പര്യക്കുറവ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അതായിരിക്കും ഇവിടുത്തെ ഒരു ബ്ലോക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരു പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല പേഴ്സണൽ ലൈഫിൽ. അപ്പൊ ആ ഒരു കാര്യത്തിൽ അതും ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് ഒരു എല്ലാം സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ബേസ് എന്ന് പറയുന്നതും ക്രിയേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ടിവിറ്റിയും ഇവിടെ അനിവാര്യമാണ്. ആ ഒരു ചെറിയ ബ്ലോക്ക് അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഓറഞ്ച് കളറ് യൂസ് ചെയ്യുക. ഓറഞ്ച് കളറ് അതായത് സാറ്റേണിന്റെയോ സിൽക്കിന്റെയോ ഒരു ടവല് പോലെ എന്തെങ്കിലും ചെറിയൊരു ഇത് നിങ്ങൾ എപ്പോഴും കയ്യിൽ കൂടെ കൊണ്ടു നടക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ സിട്രൈൻ ക്രിസ്റ്റൽ വാങ്ങിക്കാം. അത് നിങ്ങൾ വീട്ടിൽ വയ്ക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതും നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഫെങ്ഷുയി ബേസിസിൽ നിങ്ങൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ റൂമിന്റെ കളർ, പ്രത്യേകിച്ച് നിങ്ങളുടെ ബെഡ്റൂമിന്റെ കളർ എന്താണ്. വൈറ്റ് കളർ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ബ്രൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കളറാണെന്നുള്ളത് ശ്രദ്ധിക്കുക. ലൈറ്റ് ബ്ലൂ അതേപോലെയുള്ള കളർ അല്ലാതെ മറ്റെന്തെങ്കിലും കളർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കുക, അതിന്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് മണിപ്പൂര ചക്ര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എങ്ങനെയാണ് ഈ ഒരു ചക്ര ബാലൻസിങ്ങിന്റെ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം. ഓക്കെ, സോ നെക്സ്റ്റ് ചക്ര നിങ്ങൾ വളരെയധികം ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ചക്രാസ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫിസിക്കൽ ലൈഫിൽ നിങ്ങൾ വളരെയധികം ബാലൻസ്ഡ് ആണ്. മണിപ്പൂര ചക്ര നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാലൻസ് ആണ് കാണിക്കുക. നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിലുള്ള ഫിസിക്കൽ റിലമിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ചക്രാസും പൊതുവെ ബാലൻസ്ഡ് ആണ്. ഈവൻ സ്വാധിഷ്ഠാന ചക്ര ആണെങ്കിൽ കൂടിയും ചെറിയൊരു കാര്യത്തിൽ മാത്രം ഒരു ഇംബാലൻസ്, പൊതുവെ ബാലൻസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ സോളാർ പ്ലെക്സസ് ചക്ര, അതായത് മണിപ്പൂര ചക്ര എന്ന് പറയുന്നത് നല്ല ബാലൻസ്ഡ് ആണ്. അതായത് കരിയറിലും നിങ്ങൾക്ക് വളരെയധികം ഉന്നമനം കാണിക്കുന്നുണ്ട്. കരിയർ, ഫിനാൻസ്, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെ സാധ്യതകൾ, നിങ്ങൾ വളരെ വളരെ ഉയർന്ന പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ ഒരു ജോലി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് പോകാനുള്ള എനർജി ഇപ്പൊ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ ഫോക്കസ്ഡ് ആണ്. നിങ്ങൾ പെട്ടെന്നൊന്നും വിട്ടുകളയില്ല, ഗിവ് അപ്പ് ചെയ്യില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും യോഗ പോസസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭുജംഗാസനം, കോബ്ര പോസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ധനുരാസനം, ബോ പോസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, യോഗയിൽ ഏത് പാർട്ടാണ് ഇതിനായി യോഗ ചെയ്യുന്നവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ചെയ്യുക, അല്ലാതെ ആ ഒരു ഇത് മാത്രം എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അറിയുന്നവർക്ക്
ഈ ഒരു ചക്ര ബാലൻസ് ചെയ്താൽ ഇന്നത് വേണം എന്ന് മാത്രം പറഞ്ഞു എന്ന് മാത്രം, അതല്ല എന്നുള്ളവർ. പക്ഷെ ഈ ഒരു ചക്ര നിങ്ങളുടെ വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിന് ഈ ഒരു പ്രോസസ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം അത്രയും നല്ലൊരു ഒരു ബാലൻസ്ഡ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചക്ര കാണിക്കുന്നത്. അപ്പോൾ അത് ഓവർ ലെവലിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് തന്നെ പറയും. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു പ്രോസസ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ആവശ്യം തൽക്കാലമില്ല. കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയും പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ തന്നെയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആസനാസ് അറിയാമെങ്കിൽ ചെയ്യാം, അതല്ല എങ്കിൽ യെല്ലോ കളർ നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് അടുത്ത ചക്രയിലേക്ക് പോവാം. അതായത് അനഹത. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനഹത എനർജി എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, കൂടുതലായിട്ട് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ചക്രയും ബാലൻസ്ഡ് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ചക്ര ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. അഥവാ നിങ്ങളുടെ ലൈഫിൽ ഇനിയും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചക്ര ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇഷ്യൂ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ നിങ്ങൾ ഇമോഷണലി വളരെ എക്സ്പ്രസീവ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വികാരങ്ങൾ മറ്റുള്ളവരോട് പറയാനൊന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കുടുംബജീവിതത്തിലാണെങ്കിലും സഹോദരങ്ങൾ, സ്നേഹിക്കുന്ന മറ്റ് വ്യക്തികൾ, അതായത് സുഹൃത്തുക്കളായിക്കൊണ്ട് എല്ലാവരോടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സങ്കടമായാലും സന്തോഷമായാലും ദേഷ്യമായാലും ഒക്കെ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആളുകളുണ്ട്. അത് പങ്കുവയ്ക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇഷ്ടം ആണ് നിങ്ങൾ സംസാരിക്കാൻ. നിങ്ങൾ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ചുറ്റിനും ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബീയിങ് ലൗഡ്, അതായത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യുന്നു. തിരിച്ചു നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് അതേപോലെ സ്നേഹവും കെയറും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമാണ് നിങ്ങൾക്ക്. അത് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. സൗഹൃദങ്ങളുണ്ട്. സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. തിരിച്ചും നിങ്ങൾക്ക് വളരെ നല്ല സുഹൃത്തുക്കളുള്ള ഒരു സാഹചര്യവും കാണിക്കുന്നുണ്ട്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിൽ സൗഹൃദങ്ങളാണ് നിങ്ങൾക്ക്. അതേപോലെ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിൽ കുടുംബ ബന്ധങ്ങളും കൂടി കാണിക്കും. ബന്ധങ്ങളിൽ നിങ്ങൾ വളരെ തൃപ്തരാണ്, അല്ലെങ്കിൽ വളരെ അനുഗ്രഹീതരായിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമ ആയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ സ്നേഹബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. നിങ്ങളുടെ ഫിസിക്കൽ റിലം വളരെ പോസിറ്റീവാണ്. ശരിക്കും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാലൻസ്ഡ് ആണെന്ന് തന്നെ പറയാം. ജീവിതം സന്തുഷ്ടമായിട്ട് ഒരു ജീവിതമാണ് കാണിക്കുന്നത്. എന്തായാലും ഇനി നെക്സ്റ്റ് നമ്മൾ സ്പിരിച്വൽ ലെവലിലേക്കുള്ളത് പറയുകയാണെങ്കിൽ വിശുദ്ധ ചക്ര നിങ്ങളുടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്പിരിച്വലി സൂപ്പർ. നിങ്ങളുടെ എനർജി തീർച്ചയായിട്ടും വളരെ പോസിറ്റിവിറ്റി ടു ദ കോർ ആണ് കാരണം ഇതില് നിങ്ങളുടെ വിശുദ്ധ ചക്ര കൂടി വളരെ പോസിറ്റീവാണ്. നേരത്തെ പറഞ്ഞു നിങ്ങൾ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ നിങ്ങളെ ത്രോട്ട് ചക്ര ബാലൻസ് ആണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ ജോലി ചിലപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട തരത്തിലോ ഉള്ള ജോലിയാണ്, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ട തരത്തിലുള്ള ജോലിയാണെങ്കിൽ വളരെ നിങ്ങൾ ഉയരത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒരു ജോലിയിൽ മാത്രമല്ല, നിങ്ങൾ ഏത് ജോലിയിലും നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തും. എന്ത് പഠിച്ചാലും നിങ്ങൾ ഉയരത്തിലേക്ക് പോകും. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ഉയരത്തിലേക്ക് പോകും. നിങ്ങൾ എവിടെ നിന്നാലും ജീവിതത്തിൽ ഐശ്വര്യമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചുരുക്കി പറയുന്നത്. കാരണം എല്ലാ ചക്രാസും ബാലൻസ് ആണ്. അപ്പൊ ഇന്നത് എന്നുള്ളതല്ല, എല്ലാത്തിലും നിങ്ങൾക്ക് ഉന്നമനമാണ്. കുടുംബത്തിലും സൊസൈറ്റിയിലും ജോലിയിലും ഫിനാൻസ് എല്ലാ തരത്തിലും പോസിറ്റിവിറ്റി ആണ്. ഇപ്പോൾ ഇവിടെ എനിക്കത് ഇത് പറയുമ്പോൾ എടുത്തു പറയാനുള്ള ഒരു കാര്യം കൂടിയിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഇത് കേൾക്കുന്നതിൽ കുറച്ച് ആളുകൾ ഐ ക്യാൻ ഫീൽ ഇറ്റ്, നിങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്നില്ല, ഇതുപോലെ അല്ല എങ്കിൽ നിങ്ങളുടെ ചക്രാസ് ബാലൻസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കാം. മറ്റ് എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ചക്രാസ് ബാലൻസ്ഡ് ആണ്, നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ജീവിതത്തിലൊരു സന്തോഷം സംതൃപ്തിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ചില ആളുകൾക്ക് കർമ്മയാവാം, കാർമിക് ഡെപ്റ്റ് എന്ന് നമ്മൾ പറയും. കഴിഞ്ഞ ജന്മത്തിലേക്കുള്ള കർമ്മം ഇതുവരെ ചെയ്ത് തീർത്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സോളിന്റെ പർപ്പസ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല.
അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ചക്രാസ് ബാലൻസ്ഡ് ആണെങ്കിലും ഈ പറയുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ടാവാം. ഇനി അടുത്ത നെക്സ്റ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ചക്ര ആജ്ഞ ചക്രയിലേക്ക് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ചക്രയിൽ എന്താണ് എങ്ങനെയാണെന്നുള്ളത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജാണ്. ഈ ഒരു ചക്ര കൂടിയിട്ട് നിങ്ങളുടെ ബാലൻസ്ഡ് തന്നെയാണ്. അപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ നമ്പർ 3 ചൂസ് ചെയ്തവരെ സംബന്ധിച്ച്. നിങ്ങൾ ചൂസ് ചെയ്ത കളർ നോക്കുക. നിങ്ങൾ ചൂസ് ചെയ്ത കളറും വൈറ്റ് ആണ്, പ്യോറിറ്റി ആണ്. നിങ്ങളൊരു പ്യോർ ആയിട്ടുള്ള സോളാണ്, പ്യോർ സോൾ. നിങ്ങൾ ചിലപ്പോൾ ഒരു ലൈറ്റ് വർക്കർ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലാവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. ചില ആളുകൾ ഡാർക്ക് നൈറ്റ് ഓഫ് സോളിലായിരിക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സ്പിരിച്വൽ ലെവലിലായിരിക്കാം, നമ്പർ 5 ഒക്കെ അല്ലെങ്കിൽ സ്റ്റേജ് 5 എത്തി നിൽക്കുന്നതായിരിക്കാം. നിങ്ങൾ വളരെയധികം ഈ ഒരു ഒത്തിരി വൈബ്രന്റ് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള സ്പിരിച്വലി, മെറ്റീരിയലിസ്റ്റിക്കലി, ഇമോഷണലി, ഫിനാൻഷ്യലി, കരിയർ എല്ലാത്തിലും നിങ്ങൾ ഉയർന്നു നിൽക്കുന്നതാണ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ എല്ലാ തരത്തിലും ചക്രാസ് ബാലൻസ്ഡ് ആണ്. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്, ഒന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ ഇല്ല എങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർമിക് ഡെപ്റ്റ് കിടക്കുന്നുണ്ട്. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഇനി നിങ്ങൾ, എന്നാൽ ഒരു മനസ്സമാധാനം ഇല്ല, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ അതിനും കാര്യം കാർമിക് ഡെപ്റ്റ്. അത് നിങ്ങൾ നോക്കാം, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് ഇതിലേക്ക് നോക്കാം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ സംസാരിക്കുന്നില്ല എങ്കിൽ കൂടിയും നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് സഹസ്രാര ചക്ര നോക്കാം. ഓക്കെ, നിങ്ങളുടെ സഹസ്രാര ചക്ര മെസ്സേജ്. ഓക്കെ, ഇത് നിങ്ങളുടെ എനർജി വളരെ 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 സ്ട്രോങ് ആണ്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യു ആർ ഓൾറെഡി നിങ്ങൾ സ്പിരിച്വലി എൻലൈറ്റൻഡ് ആയിട്ടില്ല, സ്പിരിച്വൽ അവേക്കനിങ് സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ ഒരു ലെവലിലുള്ള ഒരു വ്യക്തിയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇത്. നിങ്ങൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്, ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നത്, ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉള്ളൊരു മെസ്സേജ് ആയിരിക്കാം ഇത്. നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആണ്. നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലൂടെ പോകുന്ന ആളായിരിക്കാം. പൂർണ്ണമായിട്ടും അത് കണക്റ്റഡ് ആയിട്ടുണ്ടാവില്ല, അതുമാവാം. കാരണം ഇപ്പോൾ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു കോസ്മിക് കോൺഷ്യസ്നെസ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആവാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലോ ഇതോ കാണുന്നുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ ഒരു ഫേസിലാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന പല സ്റ്റേജസിലൂടെയും കടന്നു പോയിട്ടും നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഇല്ലാതിരുന്നിട്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ല. എന്നെ പോലെ ഒരു വ്യക്തിക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റിലേക്ക് ഒരിക്കലും നടക്കില്ല. അതൊന്നും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്, യു ആർ സ്പിരിച്വലി അവേക്കൻ, യു ആർ എൻ അവേക്കൻ സോൾ എന്നുള്ളത് മനസ്സിലാക്കാം. സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചിന്തിക്കുക സ്പിരിച്വലി അവേക്കൻഡ് ആയിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്തോ പ്രത്യേക പവർ, ശക്തിയൊക്കെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വളരെ സ്വയം ഒരു വളരെ യോഗിയായിട്ട് പൂർണ്ണമായിട്ട് മാറുക. പിന്നെ നിങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പുഞ്ചിരിയോട് കൂടിയിട്ട് നിൽക്കും. എന്താ പറയുക, സത്യസായിബാബയെ പോലെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയായിട്ട്, അല്ലെങ്കിൽ ഒരു യോഗിയായിട്ട് പൂർണ്ണമായിട്ടും മാറും എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും ദേഷ്യം വരില്ല, നിങ്ങൾ ചീത്ത പറയില്ല, അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവേക്കൻഡ് ആയി എന്നുള്ളതിന് വേറെയും പല കാര്യങ്ങളുണ്ട്. എല്ലാവരും മനുഷ്യർ തന്നെയായിരിക്കും അപ്പോഴും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, അപ്പോൾ ചില കാര്യങ്ങൾ വ്യത്യസ്തം ഉണ്ടാവും. എന്തായാലും ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.